നമുക്ക് എന്ത് സാധനമാണോ വേണ്ടുന്നത് അത് എക്സാക്ട്ലി അതിൻ്റെ പേര് കൊടുത്ത് നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇന്ന് വെറുതെ നമ്മൾ സമയം കളയുന്നില്ല. നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു അടിപൊളി തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു അട്രാക്റ്റീവായ തംബ്നെയിൽ നമ്മുടെ വീഡിയോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരുടെ മുന്നിൽ എത്തുമ്പോൾ അവരതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തംബ്നെയിൽ അട്രാക്റ്റീവ് ആയേ പറ്റത്തുള്ളൂ. അതുപോലെ ഞാനിത് ചെയ്യാൻ പോകുന്നത് ക്യാൻവയിലാണ്. നിങ്ങളിൽ പലരും മറ്റു പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരായാലും അതിനനുസരിച്ചുള്ള ഒരു അട്രാക്റ്റീവായ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ എലമെൻസും നിങ്ങൾക്ക് ക്യാൻവയിൽ അവൈലബിൾ ആണ്. ക്യാൻവയിൽ പെയ്ഡ് എലമെൻസും ഉണ്ട്, ഫ്രീ എലമെൻസും ഉണ്ട്. പക്ഷേ ഈ ഫ്രീ എലമെൻസിനുള്ളിൽ തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്താലും അതിനനുസരിച്ചുള്ള ഒരു അട്രാക്റ്റീവ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ എലമെൻസും ഈ ഫ്രീ എലമെൻസിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഞാനിവിടെ മറ്റൊരു ആപ്ലിക്കേഷനോടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്താലും ശരി, അതിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മലയാളം ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മലയാളം ഫോൺ യൂസ് ചെയ്യുമായിരിക്കും, മറ്റു ചില ആപ്ലിക്കേഷനിൽ 4-5 ടൈപ്പിലുള്ള മലയാളം ഫോൺസ് നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതിലൊന്നും ഒരു വെറൈറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള മലയാളം ഫോൺസ് യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോ മുതൽ അതിനോടൊപ്പം വളരെ അട്രാക്റ്റീവായ ഒരു അടിപൊളി തംബ്നെയിലൂടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മുടെ മൊബൈലിൽ നമുക്ക് ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നു. പ്ലേ സ്റ്റോറിൽ നമ്മൾ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ക്യാൻവ വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഓപ്പൺ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഇതിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ എനിക്കിവിടെ ഡയറക്റ്റ് ഓപ്പൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി കൊടുത്ത് ഇതിനെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി കൊടുത്ത് തന്നെ ഇതിനെ ലോഗിൻ ചെയ്യുക. നിങ്ങൾ ജിമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവിടെ പെയ്ഡ് ഓപ്ഷനെ കുറിച്ച് പറഞ്ഞെന്ന് വരാം. നിങ്ങൾ അതിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഫ്രീ വേർഷനിൽ തന്നെ ഇരുന്നാൽ മതി. കാരണം ഈ ഫ്രീ വേർഷനിൽ തന്നെ നമുക്കൊരു അട്രാക്റ്റീവായ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ എലമെൻസും അവൈലബിൾ ആയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഫ്രീ വേർഷനിൽ കിട്ടുന്ന എലമെൻസിൻ്റെ ക്വാളിറ്റി നമുക്ക് തന്നെ കൂട്ടി അവിടെ അവർ ഈ പെയ്ഡ് ഓപ്ഷനിൽ തരുന്ന അതേ എലമെൻസിൻ്റെ ക്വാളിറ്റിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാവുന്നതുമാണ്. ഞാൻ അബദ്ധത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 500 രൂപ കൊടുത്ത് ഒരു മാസത്തേക്ക് അതിനെ പെയ്ഡ് ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് തംബ്നെയിലിൻ്റെ ഫ്രെയിം വേണമായിരുന്നു, അതിന് വേണ്ടി ചെയ്തതാണ്. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ യൂസ് ചെയ്യത്തില്ല. കാരണം ഇത്ര നാളായിട്ട് ഞാൻ അതിൻ്റെ ഫ്രീ വേർഷൻ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മതി നമുക്ക് വളരെ അടിപൊളിയായിട്ടൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ ഫ്രീ ഓപ്ഷനിൽ തന്നെ ഇരിക്കുക. ഇനി ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ യൂട്യൂബിലൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തംബ്നെയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഏറ്റവും താഴെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് യുവർ സ്റ്റോറി, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ലോഗോ, മൊബൈൽ വീഡിയോ, ഇതേപോലെ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അതിനനുസരിച്ചുള്ള സൈസിനുള്ള ഫ്രെയിംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തംബ്നെയിൽ ഇവിടെ വരുന്നതാണ്. പക്ഷേ അതിൽ വളരെ ഈസി ആയിട്ട് ഏറ്റവും മുകളിലായിട്ട് നോക്കുക, വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ജസ്റ്റ് തംബ്നെയിൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കുക, ഇവിടെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ യൂട്യൂബ് തംബ്നെയിലിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഒരു യൂട്യൂബിൻ്റെ ലോങ് വീഡിയോയുടെ തംബ്നെയിലിൻ്റെ സൈസിനനുസരിച്ചുള്ള ഒരു ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ആയി, ഒരു വർക്ക് ഏരിയ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ ആദ്യം നമ്മുടെ തംബ്നെയിലിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം മതി നമ്മുടെ കണ്ടന്റിനനുസരിച്ചുള്ള ടെക്സ്റ്റും ഇമേജസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ചിലരാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ കളർ കൊടുക്കും. പ്ലെയിൻ കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കണ്ടന്റിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു പ്ലെയിൻ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഈ വർക്ക് ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ നോക്കുക, മറ്റു കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഈ കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിനെ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ കൊണ്ടുവയ്ക്കാം. ഞാനിവിടെ റെഡിൽ കൊണ്ടുവയ്ക്കുന്നു. കൊണ്ടുവച്ചതിന് ശേഷം ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ട് ഇവിടെ ഇതിനുള്ളിൽ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെഡിൽ വെക്കുന്നു. നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇവിടെ റെഡ് കളർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു. ഇനി ഇതിന് വേണ്ടുന്ന ടെക്സ്റ്റും മറ്റു കാര്യങ്ങളും നമ്മുടെ കണ്ടന്റിനനുസരിച്ചുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് പറയാം. കാരണം മറ്റ് ചില രീതിയിലൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് നമ്മുടെ കണ്ടന്റിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒന്നിച്ച് പിന്നീട് പറയാം.
അടുത്ത മറ്റൊരു രീതിയിൽ ചിലർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർ ഈ ട്രാവൽ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ നേരത്തെ തന്നെ അവരുടെ ഒരു സീനറി അവർ പിക്ചർ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതിനെ അവർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയെ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഏറ്റവും താഴെയുള്ള ഓപ്ഷൻസിൽ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാൻവയ്ക്ക് വെളിയിൽ നിന്നും മറ്റ് ഇമേജസിനെ ഫോട്ടോസിനെയൊക്കെ നമ്മുടെ ക്യാൻവയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളൊരു ഫോട്ടോയാണ്, അതിനെയാണ് നമുക്ക് ക്യാൻവയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിനായിട്ട് നമ്മൾ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്ക്, ഞാൻ ഫോണിലുള്ള കംപ്ലീറ്റ് ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ലൈവിൻ്റെ തംബ്നെയിലിനായിട്ട് ഞാൻ ഈ പിക്ചറിനെ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെ ഞാനിവിടെ യൂസ് ചെയ്ത് കാണിക്കാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫോട്ടോ നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ കംപ്ലീറ്റ് ഈ ഫ്രെയിമിൽ തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഈ മുകളിലുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് താഴേക്ക് വന്നിട്ട് നോക്കിയാൽ റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആ ഫോട്ടോ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് നമ്മുടെ തംബ്നെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ക്യാൻവ തന്നെ കുറേ ഡിസൈൻ ടെംപ്ലേറ്റ്സ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്ത് അതിൽ വേണ്ടുന്ന ചേഞ്ചസും കാര്യങ്ങളും നമ്മൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് നോക്കുക, ഡിസൈൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക എത്രമാത്രം ഡിസൈൻ ടെംപ്ലേറ്റ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഫ്രണ്ട് സ്ക്രീനിൽ കാണുന്ന അത്രമാത്രമൊന്നുമല്ല, ഒരുപാട് ഡിസൈൻ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ചില ഡിസൈൻ ടെംപ്ലേറ്റ്സിൻ്റെ താഴെയായിട്ട് ഒരു ക്രൗൺ ഐക്കോൺ കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ക്രൗൺ ഐക്കോൺ കാണിക്കുന്ന ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ടെംപ്ലേറ്റ്സ് മാത്രമല്ല, ഇതിൽ പിന്നീട് നമ്മൾ എലമെൻറ്റ്സിൽ പോകുമ്പോൾ ആ എലമെൻറ്റ്സിലും ഇതേപോലെ ക്രൗൺ ഐക്കോൺസ് കാണിക്കുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് പെയ്ഡ് യൂസേഴ്സിനായിട്ടുള്ളതാണ്. പക്ഷേ ഫ്രീ യൂസേഴ്സിനായിട്ടുള്ള ഒരുപാട് ഡിസൈൻ ടെംപ്ലേറ്റ്സും എലമെൻറ്റ്സും സെയിം ടൈപ്പിലുള്ളത് തന്നെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ കുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ സെർച്ച് ചെയ്യുക. ഇവിടെ നോക്ക്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എത്രമാത്രം ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇവിടെ നോക്ക്, ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. ഇതേപോലെ കുറേ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ താഴോട്ട് നോക്ക്, കുറേ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ താഴേക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൽ വേണ്ടുന്ന ചേഞ്ചസും കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ഈ ഒരു ടെംപ്ലേറ്റ് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആ ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേണ്ടുന്ന ചേഞ്ചസും കാര്യങ്ങളും നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഈ ഫുൾ എപ്പിസോഡ് എന്ന് എഴുതിയിരിക്കുന്നത് അത് നമുക്കിവിടെ വേണ്ട. അതിന് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അത് എഴുതിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതേപോലെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതേപോലെ കുക്കിംഗ് ട്യൂട്ടോറിയൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേ നമുക്ക് വേണം, പക്ഷേ ഒന്നുകൂടെ വലുതാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വലുതാക്കി വെക്കാം, ചെറുതാക്കി വെക്കാം. അതേപോലെ ഇവിടെ നോക്കുക, ഈ ചട്ടിക്കുള്ളിലായിട്ട് കാണിക്കുന്ന ആ തീ എന്ന് പറയുന്നത് അതും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. അതല്ല അതിനെ ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ തരുന്ന ആ ഡിസൈനിൽ തന്നെ ചേഞ്ചസും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അതേപോലെ നമുക്ക് വേറെ എലമെൻറ്റ്സ് ഈ തീ മാറ്റിയിട്ട് മറ്റൊരു രീതിയിലുള്ള തീ കൊണ്ടുവരണോ, അത് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ മറ്റ് എലമെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിപ്പോൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കാണിക്കുന്നത്. മറ്റ് ചാനലും കാര്യങ്ങളും ചെയ്യുന്നവർക്കുള്ളതും കൂടെ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്നുകൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഡിസൈനിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒന്ന് ബാക്ക് ചെയ്യുന്നു, ഇവിടെ വരിക. ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു. നോക്കുക, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇപ്പോൾ ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്നവരാണെങ്കിൽ ഞാനിവിടെ ട്രാവൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നു. നോക്ക്, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എത്രമാത്രം ഡിസൈൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഡിസൈനാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ഒരു തംബ്നെയിലിൻ്റെ ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൽ എലമെൻറ്റ്സും കാര്യങ്ങളും എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നിങ്ങൾ കുക്കിംഗ് ചാനലാണോ അതോ മറ്റ് ട്രാവൽ വ്ളോഗ്സ് ആണോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള തംബ്നെയിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കും അതേപോലെ എലമെൻറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് താഴേക്ക് വന്നിട്ട് ഈ ഒരു ഡിസൈൻ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ആ ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം
നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഈ മനുഷ്യനെ എനിക്കിവിടെ വേണ്ട, ഞാൻ പുള്ളിക്കാരനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതുപോലെ ഈ ടിക്സേന് ക്രോസേന് അതുപോലെ നമുക്ക് വേണ്ടാത്ത മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളായിട്ട് മാത്രം ഞാൻ ഇതിനെ ഇവിടെ വെക്കുന്നു. ഇനി ഇവിടെ നോക്ക്, ഈ സാധനത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിത് സൈസ് കൂട്ടി വെക്കുന്നു. അതുപോലെ റെഡിൻ്റെ സൈസ് ഞാനിതൊന്ന് കൂട്ടി വെക്കുന്നു. അതുപോലെ നമുക്കിത് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെയുള്ള ഓപ്ഷനിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ നമുക്ക് മറ്റൊരു കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ കളർ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ആ കളർ തന്നെ വെക്കുന്നു. ഇനി ഈ ഫ്രെയിമിലേക്ക് നമ്മുടെ തംബ്നെയിലിനനുസരിച്ചുള്ള നമ്മുടെ കണ്ടന്റിനനുസരിച്ചുള്ള പലതരത്തിലുള്ള എലമെൻറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ തംബ്നെയിലിന് എടുപ്പ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അട്രാക്റ്റീവായ എലമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കണ്ടന്റിനനുസരിച്ചുള്ളത് അതിൽ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് യൂസ് ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് അത് റീസെൻ്റ്ലി യൂസ്ഡ് ഐറ്റംസിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേത് ഒരു കുക്കിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കുറേ എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചിക്കൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കോഴിയെ വരെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പലതരത്തിലുള്ള ചിക്കൻ പ്രിപ്പറേഷൻ്റെ ഫോട്ടോസും കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇമേജസ് കാണാനായിട്ട് നമ്മളിവിടെ സി ഓളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക പലതരത്തിലുള്ള ചിക്കൻ പ്രിപ്പറേഷൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലും ക്രൗൺസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് പെയ്ഡ് യൂസേഴ്സിനായിട്ടുള്ളതാണ്. പക്ഷേ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ചിക്കൻ പ്രിപ്പറേഷൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇവിടെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫ്രീ പ്രിപ്പറേഷൻസ് ഒരുപാട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ്സ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ഒരു ഫോട്ടോഗ്രാഫ്സ് സെലക്ട് ചെയ്യുന്നു. ഈ ഫോട്ടോഗ്രാഫ്സ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതേപോലെ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതായി ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് ചാനലിനനുസരിച്ച്. ഇതിപ്പോൾ കുക്കിംഗ് ചാനലല്ല, നമുക്ക് മറ്റെന്തെങ്കിലും കാര്യമാണ് വേണ്ടതെങ്കിലോ അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ഈ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് സാധനമാണോ വേണ്ടുന്നത് അത് എക്സാക്ട്ലി അതിൻ്റെ പേര് കൊടുത്ത് നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്കൊരു പെൻസിലാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക. നോക്കുക പലതരത്തിൽ നമുക്ക് പെൻസിലിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നമ്മൾ സെലക്ട് ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക എത്രയധികം പെൻസിലുകൾ പലതരത്തിലുള്ള ഡിസൈൻസിൽ പെൻസിലും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കപ്പിനുള്ളിൽ കുറേ പെൻസിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആ പെൻസിലും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇതേപോലെ നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് നമുക്ക് ഈ എലമെൻറ്റ്സിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. നിങ്ങളുടെ തംബ്നെയിലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷൂസിൻ്റെ ഫോട്ടോഗ്രാഫാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷൂസ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക. ഇവിടെ നോക്കുക പലതരത്തിലുള്ള ഷൂസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വന്നിട്ടുണ്ട്. കൂടുതൽ ഫോട്ടോഗ്രാഫ്സ് കാണാനായിട്ട് വീണ്ടും നമ്മൾ ഇവിടെ സി ഓളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക എത്രമാത്രം ഷൂസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോട്ടോഗ്രാഫ്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നു. നോക്കുക നമ്മുടെ തംബ്നെയിലിൽ ആ ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സൈസ് ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എവിടെയാണോ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് അതേപോലെ നമുക്കതിനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് സാധനമാണോ വേണ്ടുന്നത് അതിൻ്റെ കറക്റ്റ് പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആ സാധനം ഈ എലമെൻറ്റ്സിൽ നിന്നും കിട്ടും. അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ തംബ്നെയിലിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഷൂസും ഡിലീറ്റ് ചെയ്ത് കളയുന്നു, ചിക്കനും ഡിലീറ്റ് ചെയ്ത് കളയുന്നു, പെൻസിലും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇനി എൻ്റെ ഈ ഒരു തംബ്നെയിൽ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേക്കൂടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഇവിടെ ആദ്യം ഈ ഫ്രെയിമിലേക്ക് ഞാൻ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കൊണ്ടുവരികയാണ്. പക്ഷേ ഞാൻ ഓൾറെഡി ആദ്യമേ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ വെളിയിൽ നിന്നും ഫോട്ടോഗ്രാഫ്സോ ഇമേജസോ ക്യാൻവയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും താഴെയുള്ള ഓപ്ഷൻസിൽ ഇവിടെ ഇങ്ങോട്ട് മാറി നോക്കിയാൽ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഫോട്ടോഗ്രാഫ്സും ഇമേജസും വെളിയിൽ നിന്നും ക്യാൻവയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ എൻ്റെ മൊബൈലിലുള്ള കംപ്ലീറ്റ് ഇമേജസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ കാണുന്ന എൻ്റെ ഫോട്ടോഗ്രാഫ് അതേപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫൊക്കെ ഓൾറെഡി ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോഗ്രാഫ് ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെയാണ് ക്യാൻവയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഫോട്ടോഗ്രാഫിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്.
കാരണം ഞാൻ 500 രൂപ കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഫ്രീ യൂസർ ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്യാൻവയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അപ്ലോഡ്സിലൂടെ ക്യാൻവയിലേക്ക് ആ ഇമേജിനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നു. പ്ലേ സ്റ്റോറിൽ ഞാൻ പിക്സൽ കട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഞാനിവിടെ പിക്സൽ കട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ മറ്റേതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഇവിടെയും നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ഇമേജസും കാണിക്കുന്നുണ്ട്. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് ഈ ഒരു ഇമേജ് ആയിരുന്നു നമ്മൾ ക്യാൻവയിൽ വെച്ച് കണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുക ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കഴിഞ്ഞു. ഇനി ഏറ്റവും മുകളിൽ നോക്കുക ഒരു അപ്ലോഡ് ബട്ടൺ ഉണ്ട്. ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഈ ഇമേജിനെ നമ്മൾ ഏറ്റവും താഴെ നോക്കുക സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സേവിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ഇത് ഇവിടെ നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ക്യാൻവയിലേക്ക് പോകും. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഈ പിക്ചറിനെ നമുക്ക് ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്കുക അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഏതിൽ നിന്നാണ് നമുക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെയാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത പിക്ചർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി കുറച്ച് ഇവിടെ താഴേക്ക് വരിക. അതായത് നോക്കുക നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതേപോലെ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. സൈസ് കുറച്ചും കൂടെ ഞാനത് കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് വെക്കുന്നു. ഇനി നമുക്ക് ഈ ഫോട്ടോയുടെ ക്വാളിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ വളരെ ക്വാളിറ്റി കുറഞ്ഞൊരു ഫോട്ടോ ആണ്. ഞാൻ മൊബൈലിലൂടെ എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നമ്മൾ ഈ ഫോട്ടോയുടെ മുകളിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് നോക്കുക അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഓട്ടോ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു തരും. നമ്മളത് ചെയ്ത് നോക്കി. പക്ഷേ ഇത് വൃത്തികേടായി പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ച് വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ ഇച്ചിരി ഒന്ന് കുറച്ച് വെക്കുന്നു. ഇച്ചിരി കൂടി പോയെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഉള്ളത് ടിൻ്റാണ്. ടിൻറ്റ് ഞാൻ ശകലം കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം ഉള്ളത് ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് ബ്രൈറ്റ്നസ് ഞാൻ ഇച്ചിരി കുറയ്ക്കുന്നു. അതിനുശേഷം ഉള്ളത് കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റും ഞാൻ കുറച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഉള്ളത് ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ ഹൈലൈറ്റ്സ് ഞാൻ കുറയ്ക്കുക കൂട്ടുക. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഫോട്ടോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫോട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഷാഡോസ് കുറച്ച് കൂട്ടി വയ്ക്കുന്നു. അതിനുശേഷം വൈറ്റ്സിൽ നമ്മളൊന്നും ചെയ്യേണ്ട, കൂടുതൽ വൃത്തികേടായിപ്പോൾ. അടുത്തത് ബ്ലാക്ക്സ് ഞാൻ ഇച്ചിരി കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം വൈബ്രൻസ് ഞാൻ കുറച്ചൊന്ന് കൂട്ടുന്നു. പിന്നെ സാച്ചുറേഷൻ അതും കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഫോട്ടോയുടെ ക്വാളിറ്റി നമുക്ക് വേണ്ടുന്ന രീതിയിൽ കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ പലരും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാറില്ല. ഇതുപോലെ ആലോചിക്കാൻ നിങ്ങൾ ഇതേപോലെ ഫോട്ടോസ് കൊണ്ടുവന്ന് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നല്ല വൃത്തിയുള്ള ഫോട്ടോഗ്രാഫായിട്ട് അതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ തംബ്നെയിലിൽ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് മൊബൈലിൽ ഒരു അടിപൊളി തംബ്നെയിൽ നിർമ്മിക്കാം. അപ്പോൾ ആദ്യത്തെ ലൈനിൽ മൊബൈലിൽ അതിനകത്ത് മലയാളത്തിൽ വരും. രണ്ടാമത്തെ ലൈനിൽ ഒരു അടിപൊളി അതും മലയാളത്തിൽ വരുന്നു. മൂന്നാമത്തെ ലൈനിൽ അത് തംബ്നെയിൽ അത് ഇംഗ്ലീഷിൽ തന്നെയാണ്. നാലാമത്തേത് നിർമ്മിക്കാം. അപ്പോൾ മലയാളത്തിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടുന്നത് അത് നമുക്ക് മറ്റൊരു ആപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഇമേജായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചു കൊണ്ടുവരാം. കാരണം ഇവിടെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒരേ തരത്തിലുള്ള ഫോണ്ട് തന്നെയാണ്. അപ്പോൾ അതിനൊരു എടുപ്പ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള മലയാളം ഫോൺസിൽ നമുക്ക് മറ്റൊരു ആപ്പിൽ നിന്ന് ഇതിനെ ടൈപ്പ് ചെയ്ത ഒരു ഇമേജായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് നമ്മൾ വീണ്ടും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നു. പ്ലേ സ്റ്റോറിൽ നമ്മൾ മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്ററിന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ നോക്ക് മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിലാണ് ഡിഫറൻറ്റ് അട്രാക്റ്റീവായ സ്റ്റൈലിലുള്ള മലയാളം ഫോൺസിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ തംബ്നെയിലും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളിൽ പലരും മറ്റ് എന്തെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇതിലും അട്രാക്റ്റീവായ മലയാളം ഫോൺ സ്റ്റൈൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ അറിയിക്കുക, എനിക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക, ഞാൻ തുടക്ക സമയത്തും ഈ മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്ററിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ചില ആളുകൾ എൻ്റെ കമൻസിൽ എന്നോട് പറഞ്ഞത് അവർക്ക് ഈ
ഈ ഒരു ആപ്ലിക്കേഷൻ അവരുടെ മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. കൂടുതലും ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മൊബൈലിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അഥവാ പറ്റുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതുമല്ലെങ്കിൽ ക്യാൻവയിൽ തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. മൊബൈലിൽ നിങ്ങളുടെ സെറ്റിംഗ് ഉണ്ടല്ലോ ഈ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ളത്, അങ്ങനെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ക്യാൻവയിൽ തന്നെ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലർക്കും പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ 3 വേർഡ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നോക്കുക ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഏറ്റവും മുകളിലാക്ക് ഏത് സൈസിലാണ് നമുക്കിത് ടൈപ്പ് ചെയ്യേണ്ടത്, ആ ഒരു സ്ക്രീൻ സൈസിനെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക ഏറ്റവും മുകളിലായിട്ട് ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ആഡ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 1 ഇൽ ടൈപ്പ് ചെയ്യണമായിരുന്നു, അതേപോലെ 2 ഒരു അടിപൊളി എന്നുള്ളത് ടൈപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഒരു അടിപൊളി ടൈപ്പ് ചെയ്യാം. അത് ചെയ്ത് ഞാൻ കാണിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സ്പേസ് കൊടുക്കുന്നു, ഒരു ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അടിപൊളി എന്ന് ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് സ്പേസ് കൊടുക്കുന്നു. ഇവിടെ നോക്കുക അടിപൊളി ഉള്ളതൊന്നും വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക ഒരു അടിപൊളി എന്നുള്ളത് ഒരു നോർമൽ ഫോണ്ടിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനൊന്ന് നമ്മൾ ഇതേപോലെ വലുതാക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക ഫോണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫോൺസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇൻബിൽറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷനുള്ളിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ ഫോൺസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. താഴേക്ക് നോക്കുക കുറേ ടൈപ്പിലുള്ള ഫോൺസ് ഉണ്ട് ഇവിടെ. അതേപോലെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഇതുവരെ ഇല്ലാത്ത നമുക്ക് പക്ഷേ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ ഫോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഫോൺ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ റീസെൻ്റിൽ പോയിട്ട് ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്ന ആ ഒരു ഫോണ്ട് അതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫോണ്ടിലായിട്ട് നമ്മുടെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. കളർ ഞാൻ വൈറ്റിൽ വെച്ച് കൊടുക്കുന്നു. കാരണം വൈറ്റിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ക്യാൻവയിൽ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേജിൻ്റെ തന്നെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ക്യാൻവയിൽ. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റിൽ വെച്ച് തന്നെ കൊണ്ടുപോകുന്നു. അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ട്രാൻസ്പെറൻറ്റ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റിൽ വെച്ചാലും ശരി ഒരു വല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്യാൻവയിൽ കൊണ്ടുവരുമ്പോൾ അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഒരു സോളിഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ക്യാൻവയിൽ ചെന്ന് നമുക്കതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ നോക്കുക സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സേവ് ആസ് ഹൈ റെസൊല്യൂഷൻ ഇമേജിൽ നമ്മൾ ഇതിനെ സേവ് ചെയ്യും. അപ്പോൾ ഒരു അടിപൊളി എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന മറ്റ് 2 ടെക്സ്റ്റും കൂടെ നമ്മൾ ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് വേറെ ഫോണ്ടിലാണെങ്കിൽ വേറെ ഫോണ്ടിൽ അല്ല സെയിം ഫോണ്ടിലാണെങ്കിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തെടുക്കുന്നു. എടുത്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ക്യാൻവയിലേക്ക് പോകുന്നു. ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ എന്തൊക്കെ ടെക്സ്റ്റ് ആണോ ടൈപ്പ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് റെഡിയാക്കി ഒരു ഇമേജ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ തംബ്നെയിലിലേക്ക് ടെക്സ്റ്റ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് മൊബൈലിൽ. അപ്പോൾ അതിൽ മൊബൈൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഏറ്റവും താഴെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക ഹെഡിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. MOBILE മൊബൈൽ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈലിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കുക ഫോൺ സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫോൺ സൈസിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമുക്ക് സൈസ് ഇതിൻ്റെ കൂട്ടാവുന്നതാണ്. കൂട്ടിയതിന് ശേഷം നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് നമുക്കിതിനെ വെക്കുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നു. പിന്നീട് നമ്മൾ എല്ലാ ടെക്സ്റ്റും ആഡ് ചെയ്തതിന് ശേഷം ഈ സൈസ് കൂടിപ്പോയെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സൈസിൽ ഇരിക്കട്ടെ ഇവിടെ. ഇനി നമുക്ക് മൊബൈലിൽ ആ ഇല്ല് വേണം. ഇല്ല് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ഇമേജ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് അപ്ലോഡ് ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക നമ്മുടെ ഈ ഫയൽസ് നമ്മുടെ ഈ ഇമേജ് എവിടെയാണ് കിടക്കുന്നത് നമ്മുടെ ഈ മൊബൈലിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക നമ്മുടെ ആ 3 ഫയൽസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു അടിപൊളി അതേപോലെ നിർമ്മിക്കാം. അപ്പോൾ 3നെ കൂടെ നമുക്ക് ഒന്നിച്ച് തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ 3 ഫയൽസും നമ്മുടെ ക്യാൻവയിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കുക, ഞാൻ ഈ 3 ഫയൽസിനെ കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം ഞാനിത് ക്യാൻവയിൽ തന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യും. കാരണം ഞാൻ 500 രൂപ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളിത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ പിക്സൽ കട്ടിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക.
ഓക്കെ, ഇനി നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് ഇല്ലാണ്. അതുകൊണ്ട് ഞാൻ ഇല്ലിനെ ഇവിടെ സെലക്ട് ചെയ്യും. നോക്കുക, ആ ഇല്ല് നമ്മുടെ തംബ്നെയിലിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി BG റിമൂവറിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ കോർണറിൽ പിടിച്ച് ഡ്രാഗ് ചെയ്തിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് മൊബൈലിൻ്റെ കൂടാണ് വരേണ്ടത്, മൊബൈലിൽ അതിൻ്റെ കൂടാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് മൊബൈലിൻ്റെ അതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ മൊബൈലിൻ്റെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ഈ ഇല്ലിൻ്റെ സൈസ് വെക്കാൻ. അപ്പോൾ മൊബൈലിൻ്റെ സൈസ് ഇച്ചിരി മുകളിലായി പോകുന്നു. ആദ്യം നമ്മൾ മൊബൈലിനെ കുറച്ചൊന്ന് താഴേക്ക് ഇറക്കുന്നു. അതിനുശേഷം ഇല്ലിനെ കൂടെ താഴേക്ക് ഇറക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ നമ്മൾ വെക്കുന്നു. അപ്പോൾ മൊബൈലിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈലിൽ നിന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും മറ്റൊരു ബാർ പോലുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എങ്ങോട്ട് പോകണം? നമ്മുടെ എലമെൻസിൽ പോകണം. ഇപ്പോൾ ഇതേപോലുള്ള റെക്റ്റാങ്കിൾ ബാർ വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എലമെൻസിൽ നിന്നായിരിക്കും അത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എലമെൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ റെഡ് റെക്റ്റാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഏറ്റവും മുകളിലുള്ള സി ഓളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്ക്, പല തരത്തിലുള്ള ഒരുപാട് റെക്റ്റാങ്കിൾസ് ഫ്രെയിംസ് റെക്റ്റാങ്കിൾ ബാർസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ക്രൗൺ ഉള്ളതുകൊണ്ട് ക്രൗൺ ഇല്ലാത്തതുകൊണ്ട് ഏതാണോ ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് നോക്കി നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ അതിൻ്റെ കൊടുത്ത് കാണിച്ചു തരാം അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ആ ഒരു റെക്റ്റാങ്കിൾ ബാർ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് മൊബൈൽ എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടണമെന്ന് തോന്നുന്നു. ഇതേപോലെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. പക്ഷേ നമ്മുടെ ആ ഇല്ല് ഇതിൻ്റെ അടിയിലായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെ കുറച്ച് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലേയേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലേയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, മൊബൈൽ മുകളിലായിട്ടാണ്, അതിൻ്റെ അടിയിലായിട്ടാണ് റെക്റ്റാങ്കിൾ ബാർ, അതിൻ്റെ അടിയിലായിട്ടാണ് ഇല്ല്. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിൾ ബാറിനെ ഇല്ലിൻ്റെ കൂടെ അടിയിലായിട്ട് ആ ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല് മുകളിൽ വരും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിൾ ബാറിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഇല്ല് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിനെ താഴേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇല്ല് മുകളിൽ കയറിക്കോളും. അതേപോലെ ഇത് താഴേക്ക് വന്നോളും. ഇപ്പം നോക്കുക, ഇല്ലും കൂടെ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിനെ കാണാവുന്നതാണ്. ഇനി ഇതിൻ്റെ സൈസ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ സൈസ് ഇച്ചിരി കൂടി പോയി തോന്നുന്നു. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഇതേപോലെ തന്നെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനൊക്കെ പോലെ കറക്റ്റായിട്ടുള്ള സൈസാക്കി ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് എത്ര വരെ ശരിയാവുന്നോ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അതിനനുസരിച്ച് ഇതിനെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഒരു അടിപൊളി എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മൾ ഇമേജ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ വീണ്ടും അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഒരു അടിപൊളി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ BG റിമൂവറിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിവിടെ ഞാനൊരു 500 രൂപ കൊടുത്ത് വെച്ചതുകൊണ്ടാണ് ഇവിടെ തന്നെ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പിക്സൽ കട്ടിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേണം ക്യാൻവയിലേക്ക് കൊണ്ടുവരാൻ. ഇനി ഇതിൻ്റെ സൈസിനെ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അതേപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാഡോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഷാഡോ കൊടുക്കാനായിട്ട് ഇതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇത് കുറച്ച് ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് വന്ന് ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഷാഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, പലതരത്തിലുള്ള ഷാഡോസ് നമുക്ക് കൊടുക്കാം. ഗ്ലോ, ഡ്രോപ്പ്, ഔട്ട്ലൈൻ, ഇതേപോലെ പലതരത്തിലുള്ള ഷാഡോസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒന്നും കൂടെ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ബ്ലർ എമൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ബ്ലർ എമൗണ്ട് മൊത്തം കുറച്ച് വെക്കുന്നു. അതേപോലെ ആംഗിൾ ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിസ്റ്റൻസ് കുട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. കളർ നമുക്ക് കൊടുക്കാം. ഇത് നമ്മുടെ ഈ ഷാഡോ വരുന്നതിൻ്റെ കളർ എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ ബ്ലാക്ക് ആണ് കിടക്കുന്നത്, ഞാൻ ബ്ലാക്കിൽ തന്നെ വെക്കുന്നു. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചേഞ്ച് ചെയ്യുന്നത് അത് ബ്ലാക്കിൽ തന്നെ വെക്കുന്നു. ഇനി ഇൻറ്റൻസിറ്റി, അതായത് ഈ ഷാഡോയുടെ ഇൻറ്റൻസിറ്റി ഞാൻ മാക്സിമം വെക്കുന്നു. ഇനി നോക്കുക എങ്ങനെയാണ് ഈ ഷാഡോ കാണുന്നത്. ഇത് കറക്റ്റായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷാഡോ അതിൻ്റേതായ രീതിയിൽ അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഞാനിത് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഷാഡോ കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷാഡോ കൊടുത്തു കഴിഞ്ഞു. ഇനി മറ്റൊരു സംഭവം നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത്, ഇവിടെ ഈ എഫക്ട്സിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ വൈറ്റ് കളറിലാണ് ഇപ്പോൾ നമ്മുടെ ആ ടെക്സ്റ്റ് കാണുന്നത്, അതിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഡ്യുവോ ടോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ കസ്റ്റംസിൽ ക്ലിക്ക് ചെയ്യുക. വേറെ ഓപ്ഷൻസ് ഉണ്ട്, അത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ കസ്റ്റത്തിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഹൈലൈറ്റ്സിൽ അവിടെ ആ കളർ നമ്മൾ ചേഞ്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു യെല്ലോയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. യെല്ലോയിൽ മാക്സിമം ബ്രൈറ്റ്നസ് കൊടുത്ത് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കും. നോക്കുക, ഇവിടെ നമ്മുടെ കളർ നമ്മുടെ ടെക്സ്റ്റ് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെളിയിലേക്ക് വന്ന് നോക്കിയാൽ
നമ്മുടെ കളർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു യെല്ലോ കളറിലുള്ള ടെക്സ്റ്റ് ആയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഈ ടെക്സ്റ്റ് ഇമേജ് എഡിറ്ററിൽ നിന്നും അതിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അതിനെ വൈറ്റിൽ വെക്കുന്നതാണ് നല്ലത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിൽ വെച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്യാൻവയിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നത്. ഇവിടെ മറ്റ് കളറിൽ കൊണ്ടുവന്നാലും ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ കളറിൻ്റെ ആ എഫക്റ്റിന് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. വൈറ്റിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ കളറിൻ്റെ എഫക്റ്റ് വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ മൊബൈലിൽ ഒരു അടിപൊളി ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് തംബ്നെയിൽ, ഒരു അടിപൊളി തംബ്നെയിൽ. അപ്പോൾ തംബ്നെയിൽ ഇംഗ്ലീഷിലാണ്, അത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹെഡിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റിയിട്ട് നമ്മളിവിടെ തംബ്നെയിൽ എന്ന് കൊടുക്കുന്നു. തംബ്നെയിൽ ഞാൻ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ തംബ്നെയിൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കൂട്ടാം. അപ്പോൾ സൈസ് കൂട്ടാനായിട്ട് ഇവിടെ നോക്കാം, ഫോൺ സൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സൈസ് ഇതേപോലെ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ തംബ്നെയിൽ നിന്ന് സൈസ് കറക്റ്റാക്കി കൊടുത്തു. അതിനെ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇതിന് നമുക്ക് ഷാഡോ കൊടുക്കാവുന്നതാണ്. ഇതിന് ഷാഡോ കൊടുക്കാനായിട്ട് ആദ്യം നമ്മുടെ ഈ തംബ്നെയിൽ എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എഫക്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കാം ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷാഡോയിൽ നമ്മൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കാം ഷാഡോ കൊടുക്കാനുള്ള കംപ്ലീറ്റ് ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഷാഡോ കളർ കൊടുക്കുന്നു. അതിനായിട്ട് ഇവിടെ ഈ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷാഡോ കളർ നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ട്രാൻസ്പെറൻസിയാണ്. ട്രാൻസ്പെറൻസി ഞാൻ മാക്സിമം കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം ബ്ലർ ഇവിടെ കുറച്ച് തന്നെയാണ് കിടക്കുന്നത്, ഞാനത് കുറച്ച് തന്നെ വെക്കുന്നു. അപ്പോൾ ഓഫ്സെറ്റ് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഡയറക്ഷൻ ചെക്ക് ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഡയറക്ഷനെ ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഡയറക്ഷൻ ഞാൻ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇനി ഞാൻ ഓഫ്സെറ്റിനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഏത് രീതിയിലാണോ വെക്കേണ്ടത് ആ രീതിയിൽ വെക്കുന്നു. ഇനി നമ്മൾ നോക്കിയ ആ തംബ്നെയിൽ എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നിർമ്മിക്കാമെന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മലയാളം ടെക്സ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കൂടെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, നിർമ്മിക്കാമെന്ന് പറയുന്ന ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെ ഇവിടെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യും. ഇതിവിടെ വന്നു. ഇനി ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി വെക്കുന്നു. അതേപോലെ ഇതിൻ്റെ സൈസ് ഇതേപോലെ ഒന്ന് കൂട്ടി കൊടുക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൊടുക്കാം, പക്ഷേ ഇവിടെ കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. ഞാനൊന്ന് കൂട്ടി കൊടുക്കുന്നു. അതേപോലെ ഇതിനെ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ വെക്കേണ്ടത് അതേപോലെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നു. ഇനി ഇതിൻ്റെ കളറും കൂടെ ചേഞ്ച് ചെയ്ത് ഞാനൊരു യെല്ലോയിൽ തന്നെ കൊടുക്കുന്നു. അതിനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡിയോട്ടോൺ, കാരണം ഇതൊരു ഇമേജാണ്, ഇമേജിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഡിയോട്ടോണിൽ ക്ലിക്ക് ചെയ്താണ് കൊടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കസ്റ്റംസിൽ ക്ലിക്ക് ചെയ്യുന്നു. കസ്റ്റമിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹൈലൈറ്റ്സ്, ആ ഒരു കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ യെല്ലോയിൽ കൊണ്ട് വെക്കുന്നു. ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ കൊണ്ട് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ വെച്ച് കൂടിയും കുറഞ്ഞൊക്കെ പോകും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കൂട്ടി കൊടുക്കുന്നു. നോക്കാം, ഇവിടെ ഇതിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോഴും ഇതിനെ കാണാൻ അത്ര ഒരു എടുപ്പ് വന്നിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിന് ഷാഡോയും കൂടെ കൊടുത്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വന്നിട്ട് വീണ്ടും നമ്മൾ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഷാഡോസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഷാഡോസിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഷാഡോയിൽ ഡ്രോപ്പ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഒന്നും കൂടെ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആദ്യം നമുക്ക് കളറാണ് കൊടുക്കേണ്ടത്. കളർ ബ്ലാക്കിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ വെക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇൻറ്റൻസിറ്റി ഞാൻ മാക്സിമം കൊടുക്കുന്നു. ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് വെക്കുന്നു, കാരണം ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ബ്ലർ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 0യിൽ വെക്കാം. അത് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഞാനത് 0യിൽ വെക്കുന്നു. ഇനി ആംഗിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നു, ഏത് സൈഡിലോട്ടാണ് ഇതിൻ്റെ ഈ ഷാഡോ പോകുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുന്നു. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നോക്കാം. ഇപ്പോൾ ആ നിർമ്മിക്കാം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് അതിനൊരു എടുപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കാം, നമ്മുടെ ഈ തംബ്നെയിൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്കുപണികളൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു മിനുക്കുപണി എന്ന് പറയുന്നത്, ഞാൻ ഈ ഫോട്ടോ കൊടുത്ത സമയത്ത്, എൻ്റെ ഈ ഫോട്ടോ കൊടുത്ത സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഭവമുണ്ട്. ഈ ഫോട്ടോയ്ക്ക് നമുക്കൊരു ഷാഡോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ നിങ്ങൾ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ അതിൽ ഒരു വൈറ്റ് കളർ ഷാഡോ കാണാറുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ചുറ്റിനുമായിട്ട്. അപ്പോൾ ആ ഒരു ഷാഡോ കൊടുക്കാനായിട്ട് ഞാൻ ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക, അതേപോലെ ഷാഡോസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രാവശ്യം നമ്മൾ ഡ്രോപ്പ് അല്ല കൊടുക്കുന്നത്, കംപ്ലീറ്റ് ഔട്ട്ലൈൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം കളർ ഞാൻ സാധാരണ ഒരു വൈറ്റ് ഔട്ട്ലൈനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ കളർ ഞാനിവിടെ ചേഞ്ച് ചെയ്ത് വൈറ്റ് ഔട്ട്ലൈനിലേക്ക് വെക്കുന്നു. ഇപ്പോൾ നോക്കുക, ഒരു വൈറ്റ് ഔട്ട്ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് ഞാനൊരു 12-13 കൊണ്ടുവന്ന് വെക്കുന്നു. ഇത് 15 അതും കൂടുതലാണ്. ഓക്കെ, 14 കൊണ്ടുവന്ന് വെക്കുന്നു. ഇത്ര മതി. അത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ ഞാൻ ഫോട്ടോ കുറച്ചും കൂടെ താഴേക്ക് ഇറക്കി വെക്കുന്നു. എന്നിട്ട് ഫോട്ടോ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി വീണ്ടും കുറച്ചുകൂടെ താഴേക്ക് ഇറക്കി വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നു. ഇനി നോക്കുക, ഞാൻ യൂട്യൂബ്
റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂട്യൂബിൻ്റെ ലോഗോയും കൂടെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ തംബ്നെയിൽ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഇതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എലമെൻസിൽ നിന്നുമാണ് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ ലോഗോയും പലതരത്തിലുള്ള നമുക്ക് എലമെൻസിൽ തന്നെ കിട്ടും. അതിനായിട്ട് ഞാനിവിടെ എലമെൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ യൂട്യൂബ് ലോഗോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുന്നു. ഇതിൽ നമ്മൾ സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള യൂട്യൂബ് ലോഗോ കാണിക്കുന്നുണ്ട്. ഒരുപാട് ലോഗോസ് ഉണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ പല പല സ്റ്റൈലിലും സൈസിലും ഒക്കെ ഉള്ള യൂട്യൂബിൻ്റെ ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമുക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സമയമെടുത്ത് ആലോചിച്ചും കണ്ടുമാണ് നമ്മൾ തംബ്നെയിലിൽ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആദ്യം കാണുന്ന ആ ഒരു ലോഗോ തന്നെ ഞാൻ ഇവിടെ കൊടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് ചെറുതാക്കിയതിന് ശേഷം ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഇവിടെ മുകളിലായിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ ഈ ഒരു തംബ്നെയിൽ ഞാൻ ഇത്രയും മാത്രം ചെയ്ത് ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മളൊരു തംബ്നെയിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ ഒരു JPG ഫയൽ അല്ലെങ്കിൽ ഒരു PNG ഫയലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയതാണ്. ഇവിടെ ഏറ്റവും മുകളിലേക്ക് നോക്കുക, ഒരു അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക ഏത് ഫയലായിട്ടാണ്, ഏത് ഫയൽ ഫോർമാറ്റിലായിട്ടാണ് നിങ്ങൾക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് അവർ PNG ആണ് തരുന്നത്. JPG വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ JPG PDF എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ഒരു തംബ്നെയിലിനെ നമുക്കൊരു PNG ഫയലായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ PNGയിൽ തന്നെ വെച്ചിട്ട് ഇവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫയൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ തംബ്നെയിൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ, നമ്മുടെ ഫോണിൽ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഈ തംബ്നെയിലും കൂടെ ആ വീഡിയോടൊപ്പം അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അതുപോലെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാൻവയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം കൂടെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇന്നൊന്നും നിൽക്കത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ തംബ്നെയിലും ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോരോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം സമയവും ശ്രദ്ധയും ക്വാളിറ്റിയിലും നിങ്ങൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതേ ക്വാളിറ്റിയിലും ശ്രദ്ധയിലും സമയവും കൊടുത്ത് തന്നെ നിങ്ങളൊരു തംബ്നെയിലും ക്രിയേറ്റ് ചെയ്യണം. കാരണം എത്ര ക്വാളിറ്റിയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്താലും ശരി, ആളുകളുടെ മുന്നിൽ എത്തുമ്പോൾ അതുവരെ അതിനെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തംബ്നെയിൽ അട്രാക്റ്റീവ് ആയിരിക്കണം. എങ്കിലേ കൂടുതൽ CTR കിട്ടത്തുള്ളൂ. കൂടുതൽ CTR കിട്ടിയാലേ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് വീണ്ടും നിങ്ങളുടെ വീഡിയോ അയക്കത്തുള്ളൂ. എങ്കിലേ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ആ തംബ്നെയിൽ കണ്ട് അതിനെ ക്ലിക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സമയവും ശ്രദ്ധയും കൊടുത്ത് ക്വാളിറ്റിയുള്ള അട്രാക്റ്റീവായ തംബ്നെയിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.